ഇനി CPM-ലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയ കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജു UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിലെത്തിയ കലാരാജു പ്രതിപക്ഷ പ്രതിഷേധത്തിനൊപ്പം ചേർന്നു. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിലായിരുന്നു കലാരാജു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. കൌൺസിലർ സ്ഥാനം രാജിവെക്കില്ലെന്നും കലാരാജു അറിയിച്ചു. കൌൺസിൽ യോഗത്തിൽ UDF പ്രതിഷേധം നടത്തി. സംഘർഷത്തിന് ശേഷം ആദ്യമായി കൂത്താട്ടുകുളം നഗരസഭയിലെത്തിയ കലാരാജു പ്രതിപക്ഷ പ്രതിഷേധത്തിനൊപ്പം ചേർന്നു. ചെയർപേഴ്സന്റെയും വൈസ് ചെയർപേഴ്സന്റെയും രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. തന്റെ ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് തന്നെ കയ്യേറ്റം ചെയ്തവരാണ്. അവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് പറഞ്ഞ കലാരാജു താൻ അവരോടൊപ്പമുണ്ടെന്ന പ്രഖ്യാപനവും നടത്തി. ജനുവരി 18-നാണ് നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് വനിതാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവമേൽപ്പിക്കുന്നത്. കേസിൽ 4 CPM പ്രവർത്തകർ പിടിയിലാവുകയും പിന്നീട് ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. പ്രതികളെ മൂവാറ്റുപുഴ സബ് ജയിലിന് മുന്നിൽ മുദ്രാവാക്യം വിളികളോടെ ചുവപ്പ് മാലയിട്ടാണ് പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനെ അഭിനന്ദിക്കുകയാണ് CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ചെയ്തതും. പാർട്ടിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന നിലപാടിനും അംഗീകാരം നൽകി. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള തീരുമാനം ആ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നുവെന്നും അതിനാൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും സമ്മേളനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായമുയർന്നു. മാത്രമല്ല തട്ടിക്കൊണ്ടുപോകലിനെ അഭിനന്ദിക്കുകയും ചെയ്തു.